തിരിച്ചു വരാം. ഇപ്പോൾ നിർമ്മാതാവ് WCC സജിമോൻ പാറയിൽ ചേരുന്നുണ്ട്. സജിമോൻ, താങ്കൾ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും. അതായത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടിൽ നിന്ന് 129 പാരഗ്രാഫുകളാണ് ഇപ്പോൾ ഒഴിവാക്കിയിരിക്കുന്നത്. ആ പാരഗ്രാഫുകൾ ഒഴിവാക്കിയാണ് ഇപ്പോൾ ആ റിപ്പോർട്ട് പുറത്തു വന്നിരിക്കുന്നത്. താങ്കൾ ഈ വാർത്ത ശ്രദ്ധിച്ചിട്ടുണ്ടായിരിക്കും അല്ലേ? ഞാൻ സത്യത്തിൽ കണ്ടിട്ടില്ല. ഞാൻ രാവിലെ ഡ്രൈവിംഗിലായിരുന്നു. ഒരു ന്യൂസും ശ്രദ്ധിക്കാനുള്ള സമയം കിട്ടിയിട്ടില്ല. ഇപ്പം എനിക്ക് പറഞ്ഞപ്പോൾ എന്തോ ഒരു സംഭവം എനിക്ക് എന്തോ വന്നു എനിക്ക് മനസ്സിലായി. ചോദിച്ചോളൂ. അതായത് വിവരാവകാശ കമ്മീഷന് സർക്കാർ നൽകിയ റിപ്പോർട്ട് പ്രകാരം, സർക്കാർ പറഞ്ഞത് പ്രകാരം 21 പാരഗ്രാഫുകൾ മാത്രം ഒഴിവാക്കുമെന്നാണ്. പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന റിപ്പോർട്ടിൽ 129 പാരഗ്രാഫുകൾ ഒഴിവാക്കിയാണ് സർക്കാർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നതാണ്. അതിൽ നിന്ന് നമുക്ക് എന്താണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? ഇത് എന്തോ ഒളിക്കാനുണ്ട്, സർക്കാരിന് എന്തോ ഒളിക്കാനുണ്ട് എന്നല്ലേ ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്? അല്ല, എനിക്ക് അങ്ങനൊരു തോന്നില്ല. ഗവൺമെന്റിന് ഇതിനകത്തൊരു ഒളിച്ചുകളിയുടെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ഏതൊക്കെ ഭാഗങ്ങൾ കട്ട് ചെയ്തു അല്ലെങ്കിൽ ഏതെങ്കിലും ഭാഗം കട്ട് ചെയ്യാതെ അത് പ്രസിദ്ധപ്പെടുത്തിയെന്ന് ഗവൺമെന്റിന്റെ ഭാഗത്തും ഒരു വിവേചനം ഉണ്ടാവാം, അല്ലെങ്കിൽ വിവേചന അധികാരം ഉണ്ടാവാം എന്നൊരു വിശ്വസിക്കുന്ന ആളാണ്. പിന്നെ കോടതി തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, റൈറ്റ് ടു പ്രൈവസി എന്നുള്ളതിന്റെ ഭാഗത്തുനിന്ന് അതിന് പ്രൈവസിയെ ബാധിക്കുന്ന ഒരു കാര്യം പോലും പ്രസിദ്ധപ്പെടുത്തരുത് എന്നൊരു നിഗമനമാണ് കോടതിയും. അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാവാം അങ്ങനെ വന്നു. പിന്നെ എൻഡ് ഓഫ് ദി ഡേ ഇതിപ്പോ പൂർണ്ണ റിപ്പോർട്ട് തന്നെ ഹൈക്കോടതി തന്നെ ചോദിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ അതിനകത്തുള്ള ഒരു എന്തൊന്നാലും സെപ്റ്റംബർ 10-ാം തീയതി നമുക്ക് എല്ലാവർക്കും വെയിറ്റ് ചെയ്യാമെന്ന് എനിക്ക് പറയാനുള്ളൂ. അല്ല, ഇപ്പോൾ ഈ റിപ്പോർട്ട് പുറത്തു വരുന്നതുമായി ബന്ധപ്പെട്ട് താങ്കളടക്കമുള്ള നിർമ്മാതാക്കൾ, രഞ്ജിനി എന്ന നടി, അതുപോലെ തന്നെ ഒരുപാട് പേർ ഹർജി നൽകിയിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ശരി തന്നെയാണ്, താങ്കൾ പറഞ്ഞ പോലെ ശരി തന്നെയാണ്. പൂർണ്ണമായ റിപ്പോർട്ട് മുദ്രവെച്ച കവറിൽ ഹാജരാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒരുപക്ഷെ അതിനെതിരെയും ഇനി പലരും ഹർജിയുമായി മുന്നോട്ട് വന്നിരിക്കാം. പക്ഷേ സർക്കാർ നേരത്തെ വിവരാവകാശ കമ്മീഷന് പറഞ്ഞിരുന്ന കാര്യം, ജൂലൈ 18-നാണ് സർക്കാർ അത് വിവരാവകാശ കമ്മീഷന് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ 21, അതായത് ഈ 129 പാരഗ്രാഫുകളല്ല, 21 പാരഗ്രാഫുകൾ മാത്രമേ ഒഴിവാക്കൂ എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോൾ ഇവിടെ 129 പാരഗ്രാഫുകൾ ഒഴിവാക്കിയിരിക്കുന്നു. അതിൽ 96-ാമത്തെ പാരഗ്രാഫിൽ സിനിമയിലെ ചില അതിപ്രശസ്തർ നടിമാരെ ലൈംഗിക ചൂഷണം ചെയ്തിട്ടുണ്ട് എന്നുള്ളതും ആ 96-ാമത്തെ പാരഗ്രാഫിൽ ഉണ്ട് എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട്. ശ്രീ സജിമോൻ പാറയിൽ, ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഹേമ കമ്മിറ്റിയെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചത് തന്നെ സിനിമയ്ക്കുള്ളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടിയിട്ടുള്ള, അല്ലാതെ കുറെ ആൾക്കാരുടെ മൊഴിയെടുത്തിട്ട് അത് റിപ്പോർട്ടെ സബ്മിറ്റ് ചെയ്യുക, ഗവൺമെന്റ് സബ്മിറ്റ് ചെയ്യുക എന്നതിനുപരിയായിട്ട് സിനിമയ്ക്കുള്ളിലെ മൊത്തം പ്രശ്നങ്ങളെ കണ്ടെത്തിയിട്ട് അതും ആ പ്രശ്നങ്ങളും ഒപ്പം തന്നെ അതിന് പരിഹാരവുമാണ് നിർദ്ദേശിക്കേണ്ടത് അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യേണ്ടത് എന്ന രീതിയിലാണ് ഹേമ കമ്മിറ്റി രൂപീകരിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ അതിന് ഒരു അപവാദമായിട്ട് കുറെ ആൾക്കാരുടെ മൊഴികൾ മാത്രമായി വന്നു എന്നത് നമ്മളെ സംബന്ധിച്ചൊക്കെ ഒരു പ്രയാസമുള്ള കാര്യമാണ്. കാരണം ഒരു മേഖലയെ കുറിച്ച് പഠിക്കാൻ ഏൽപ്പിച്ച ഒരു കമ്മിറ്റിയാണ് അതല്ലേ. പക്ഷേ ഇത് വേറൊരു കാര്യം, ഞാൻ തന്നെ കോടതിയിൽ സമീപിച്ചത് ഇതിന്റെ അകത്ത് ഇതിനെ മെറ്റീരിയലൈസ് ചെയ്യാനല്ല, ലീഗലൈസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പം ഞാനും എന്റെ അഡ്വക്കേറ്റ് സൈബി ജോസ് കിടങ്ങൂറും ഞങ്ങളുടെ ഉള്ളിലുള്ള ഒരു ആഗ്രഹവും ഇത് ഈ റിപ്പോർട്ടിനെ ലീഗലൈസ് ചെയ്ത എന്നുള്ളതായിരുന്നു. ഞങ്ങളും വിചാരിച്ചത് ഞങ്ങൾ ഈ ഹർജി കൊടുക്കുമ്പോൾ ഒരുപക്ഷെ കോടതി ഈ റിപ്പോർട്ട് പൂർണ്ണമായിട്ടും കോടതിയിലേക്ക് എത്തിക്കാനുള്ള ഒരു വിളിയുണ്ടാവും, അല്ലെങ്കിൽ സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി ഒരു നിർദ്ദേശം ഉണ്ടാവും എന്നൊക്കെ ഞങ്ങളുടെ ഇടയിലുള്ള ഒരു ആലോചന ഉണ്ടായി. ഞങ്ങൾ അത് സംസാരിച്ചിരുന്നു. പക്ഷേ നിർഭാഗ്യവശാൽ കോടതി ആ രംഗത്തിലേക്ക് പോയില്ല. അതിന്റെ അകത്തുള്ള ലീഗാലിറ്റി എന്നുള്ളത് റൈറ്റ് ടു പ്രൈവസിയെ പ്രൊട്ടക്ട് ചെയ്യുക എന്ന രീതിയിലേക്കാണ് കോടതി നിർദ്ദേശം വരികയും എന്റെ പൊതു താല്പര്യ ഹർജി വ്യക്തിപരമായ ഹർജിയാക്കി കരുതിക്കൊണ്ട് തള്ളിക്കളയും ചെയ്തത്. പക്ഷേ ഇതിനെക്കുറിച്ച് എനിക്ക് പറയാനുള്ളത്, കോടതിക്കും അല്ലെങ്കിൽ വിവരാവകാശ കമ്മീഷനും അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റും ഒക്കെ അവരുടെ ഉള്ളിൽ ലീഗൽ സൈഡിൽ പ്രൊട്ടക്ട് ചെയ്യാനുള്ള എല്ലാം ഉണ്ടാവാം, അതുമായിട്ട് ബന്ധപ്പെട്ടാണ്. പക്ഷെ ഇതിനെക്കുറിച്ച് ആധികാരികമായിട്ട് ഞാൻ ഗവൺമെന്റിന്റെയോ കോടതിയുടെ മുമ്പിലോ ഇരിക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് ഞാൻ സംസാരിക്കാൻ ഞാൻ ആളുമല്ല, അതിന് അഭിപ്രായം പറയുന്നത് ശരിയുമല്ല എന്ന് എനിക്ക് തോന്നുന്നു. ഇതൊരു ജുഡീഷ്യൽ പവറുള്ള കമ്മിറ്റി അല്ല, അത് ആദ്യമേ തന്നെ വ്യക്തമാക്കിയതാണ്. താങ്കൾ തന്നെ പറഞ്ഞതുപോലെ സിനിമയിലുള്ള നായികമാരുടെ, സിനിമയിലുള്ള നടിമാർ നേരിടുന്ന പ്രശ്നങ്ങൾ പഠിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റി തന്നെയാണ്. പക്ഷേ ഗുരുതരമായിട്ടുള്ള പ്രശ്നങ്ങളാണ്, ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഈ കമ്മിറ്റി റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള പരിഹാരം എന്നുള്ളത് ഒരു കോൺക്ലേവ് നടത്തുകയാണോ? ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ, അതായത് മൈനറായിട്ടുള്ള ആൾക്കാർ, കൊച്ചു പെൺകുട്ടികളെ വരെ ഇവിടെ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെടുന്നു. ഇത്രയും ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങൾ വരുമ്പോൾ അവിടെ നിയമ നടപടിയല്ലേ സ്വീകരിക്കേണ്ടത്? അതിന് പകരം ഒരു കോൺക്ലേവ് നടത്തുന്നത് തീർച്ചയായും അതൊരു അപഹാസ്യം തന്നെയല്ലേ? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറഞ്ഞതുപോലെ.
അല്ല, ഇത് സംസ്ഥാന ഗവൺമെന്റ് അല്ലെങ്കിൽ സംസ്ഥാന ഗവൺമെന്റ് ഇരിക്കുന്ന ഉപദേശകരും അല്ലെങ്കിൽ പോലീസ് അധികാരികളുടെ ഏറ്റവും തലപ്പതി ആർക്കൊക്കെ നമ്മളെക്കാളൊക്കെ നിയമങ്ങളും അതിന്റെ നിയമവശങ്ങളും എന്താണ് ചെയ്യേണ്ടതെന്നുള്ള കരുത്തും ഉൾക്കാഴ്ചയും ഉള്ള ആൾക്കാരാണ് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ ഇതിനകത്ത് ഈ കമ്മിറ്റിയെ ഏൽപ്പിച്ചത് WCC ആരോപിച്ചതുപോലെ കുറെ സിനിമയ്ക്കുള്ള WCCയുമായിട്ടുള്ള ബന്ധങ്ങളെ കുറിച്ചോ അല്ലെങ്കിൽ അവരുടെ പ്രശ്നങ്ങൾ പഠിക്കാൻ വേണ്ടി മാത്രമല്ല. ഈ സിനിമ എന്ന് പറയുന്ന ഒരു വ്യവസായ മേഖലയാണ്. ആ വ്യവസായ മേഖലയ്ക്കുള്ള എന്താണ് അതിന്റെ പ്രശ്നം, അതിനുള്ള പരിഹാര മാർഗങ്ങൾ കണ്ടെത്താൻ കൂടിയാണ് ഹേമ കമ്മിറ്റിയെ നിർമ്മിച്ചത്, ഹേമ കമ്മിറ്റിയെ നിർദ്ദേശം കൊടുത്തതും അതുമായി ബന്ധപ്പെട്ട രൂപീകരണം ഒക്കെ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. പക്ഷേ അത് ഇപ്പം നമ്മുടെ എല്ലാം പൊതുജനങ്ങൾക്ക് അറിയേണ്ട കുറെ കാര്യങ്ങൾ ഉണ്ടെങ്കിൽ തന്നെയും അതിന്റെ പരിഹാര നിർദ്ദേശങ്ങളെ കുറിച്ചോ സിനിമയ്ക്കുള്ള ആകെ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ WCC അവരുടെ വിഷമങ്ങളാണ്, അവർ അനുഭവിച്ച കുറെ പ്രശ്നങ്ങൾ ഉണ്ടായിരിക്കാം. അല്ലെങ്കിൽ അല്ലെങ്കിൽ കുറച്ചുപേര് മൊഴി കൊടുത്തവരുടെ പ്രശ്നങ്ങൾ മാത്രമാണ് മലയാള സിനിമയെ പിടിച്ചു കുലുക്കുന്നതെന്നോ അല്ലെങ്കിൽ മലയാള സിനിമയുടെ മൊത്തം പ്രശ്നങ്ങൾ ഈ 66 പേര് മൊഴി കൊടുത്ത ആൾക്കാരാണ് മാത്രം എന്ന് ഒരു ഉദ്ദേശമുള്ള ആളല്ല ഞാൻ. മലയാള സിനിമയ്ക്ക് അതിനേക്കാൾ ഉപരിയായിട്ട് നിർമ്മാതാക്കളുടെ പ്രശ്നങ്ങളുണ്ട് അല്ലേ, ഇല്ലെങ്കിൽ അടിസ്ഥാന സൗകര്യങ്ങളുണ്ട്. പക്ഷെ ഇതിനൊക്കെ ഒന്ന് വേണ്ടത് ഈ കമ്മിറ്റികൾ, അതായത് സിനിമയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചിലപ്പോൾ നിർമ്മാതാക്കളുടെ അസോസിയേഷൻ ആയിക്കോട്ടെ അല്ലെങ്കിൽ ചേംബർ ഓഫ് കൊമേഴ്സ് ആയിക്കോട്ടെ നടന്റെയോ നടിമാരുടെയോ സംഘടനകളായിക്കോട്ടെ, അവരൊക്കെ കുറച്ചുകൂടെ സംക്ഷിപ്തമായിട്ട് ഈ പ്രശ്നങ്ങളെ നോക്കിക്കണ്ടിട്ട് അവർ കുറച്ചുകൂടെ പ്രാവർത്തികമാക്കണമെന്നൊരു അഭിപ്രായക്കാരനാണ് ഞാനും സിനിമയുടെ ഭാഗം തന്നെയാണ്. ഞാൻ അഭിനയിക്കുകയും ഒപ്പം തന്നെ സിനിമ നിർമ്മിക്കുകയും ചെയ്യുന്ന ആളാണ്. പക്ഷെ ഇങ്ങനെയുള്ള ഓർഗനൈസേഷനുകൾ കുറച്ചുകൂടെ മെറ്റലൈസ് ചെയ്യുകയും ഇവരുടെ പ്രശ്നങ്ങൾ അവരുടെ സംഘടന ഇപ്പം വേറെ ഇപ്പം നിങ്ങൾ ഉൾപ്പെടുന്ന മീഡിയക്കകത്ത് നിങ്ങൾക്കെല്ലാം പ്രശ്നം ഉണ്ടാവും. പക്ഷെ അതിനകത്ത് നിങ്ങൾക്കൊരു കോർ കമ്മിറ്റി ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ ഒരു കോർ കമ്മിറ്റി ഉണ്ടാവേണ്ട ബാധ്യതയുണ്ട്. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അവരുടെ ആ സംഘടനക്കകത്ത് തന്നെ പരിഹരിക്കേണ്ടതാണ്. അത് ലീഗാലിറ്റി ഉണ്ടെങ്കിൽ ആ നിയമത്തിന്റെ വഴിക്ക് തന്നെ പോകണം എന്നാണ് ശ്രീ സജിമോൻ പാറയിൽ. ഞാൻ അവിടെ ഒന്ന് ഇടപെടുകയാണ്. അതായത് ഈ താരസംഘടനകളുടെ അമ്മ, അതായത് പലപ്പോഴും ഈ സംഘടനയിൽ നിന്ന് പല നടിമാരും ഇറങ്ങിപ്പോയതിന്റെ പ്രധാന കാരണം തന്നെ തങ്ങളുടെ പരാതികൾ അമ്മ കേൾക്കുന്നില്ല, മക്കളുടെ പരാതികൾ അമ്മ കേൾക്കുന്നില്ല. കാരണം അവിടെ അച്ഛന്റെ വാക്കുകൾക്ക് മാത്രമാണ് വില, അവിടെ പുരുഷാധിപത്യമാണ് നടക്കുന്നത്. അമ്മ എന്ന സംഘടനയിൽ സ്ത്രീകൾക്ക് യാതൊരു വിലയുമില്ല, അവിടെ പുരുഷാധിപത്യം മാത്രം നടക്കുന്നു. അതുകൊണ്ട് തന്നെ തങ്ങളുടെ പ്രശ്നങ്ങളും തങ്ങളുടെ പരാതികളും അവിടെ പരിഹരിക്കപ്പെടുന്നില്ല എന്നാണ് ഈ അമ്മയിൽ നിന്നും പുറത്തുപോയ നടിമാർ ഉന്നയിക്കുന്ന പ്രധാന ആരോപണം. അതെല്ലാം നമ്മൾ ഒരുപാട് ചർച്ച ചെയ്തതാണ്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘടനകൾ കൊണ്ട്, പ്രത്യേകിച്ച് ഈ അമ്മ എന്ന സംഘടന കൊണ്ട് ഈ നടിമാർക്ക് എന്ത് പ്രയോജനം എന്നുള്ള ചോദ്യം വർഷങ്ങളായി നടിമാർ ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. ശ്രീ സജിമോൻ പാറയിൽ. അല്ല, അതിനകത്ത് നമ്മൾ അതിനെ ഒരു ഏതെങ്കിലും പ്രത്യേക തരത്തിന്റെ പ്രശ്നങ്ങളായിട്ട് മാറ്റാൻ പാടില്ല. നടിമാർക്ക് പ്രശ്നങ്ങളുണ്ട്, അതിനകത്ത് പുരുഷന്മാർക്കും നടന്മാർക്കും ഉൾപ്പെടെയുള്ള സാങ്കേതിക മേഖലയിൽ പ്രവർത്തി എല്ലാവർക്കും പ്രശ്നം ഉണ്ടാവാം. ഞാൻ നേരത്തെ പറഞ്ഞു മറ്റേത് മേഖലയിലുള്ള പ്രശ്നങ്ങൾ സിനിമാ മേഖലയിലുമുണ്ട്, അത് നമ്മൾ നിഷേധിച്ചിട്ട് കാര്യമില്ല. പക്ഷേ അത് സംഘടനകളുടെ തലപ്പത്തിരിക്കുന്ന അല്ലെങ്കിൽ സംഘടനകൾ ഭാരവാഹികളോ ഒക്കെ കൂട്ടായുള്ള ചേരുന്ന ആ ഘടകങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ അവരൊക്കെ കുറച്ചുകൂടെ സൂക്ഷ്മത പുലർത്തണം എന്നാണ് എന്റെ അഭിപ്രായം. അവർ ചെയ്യണം. അത് ചെയ്യാത്ത വരുന്നതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കമ്മിറ്റികളിലേക്ക് വരുന്നതും അല്ലെങ്കിൽ ഇതുപോലുള്ള പരാതികൾ ഉയരുന്നതും ഒക്കെ ശരി തന്നെയാണ്. അപ്പം ഒരു സ്ത്രീക്കോ ഒരു പുരുഷനോ എന്ത് പ്രശ്നമുണ്ടെങ്കിലും അപ്പൊ ഞാൻ നേതൃത്വം കൊടുക്കുന്ന എന്റെ ഒരു ബിസിനസ്സിനകത്ത് അവരെന്നെ പരാതി വന്ന് സജിമോൻ, വളരെ നന്ദി താങ്കളുടെ അഭിപ്രായം പറഞ്ഞതിന്. ഒരു ഇടവേളയിലേക്ക് പോവേണ്ടതുണ്ട്. ഇടവേളയ്ക്ക് ശേഷം ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് സംബന്ധമായിട്ടുള്ള കൂടുതൽ വാർത്തകളിലേക്ക് തിരിച്ചു വരാം.